2022 നവംബറിൽ റഷ്യൻ നാഷണൽ ഗാർഡ് പിടികൂടിയ 2 ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക വൈദികരെ മോചിപ്പിച്ചു. പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. റെഡംപ്റ്ററിസ്റ്റ് സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായ ഫാദർ ഇവാൻ ലെവിറ്റ്സ്കി, ഫാദർ ബോഹദാൻ ഗലറ്റ എന്നിവരെയാണ് മോചിപ്പിച്ചത്. ഇടവക കെട്ടിടത്തിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉക്രൈനിയൻ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും കൈവശം വെച്ചതായി ആരോപിക്കപ്പെട്ടാണ് റഷ്യൻ സൈന്യം ഈ വൈദികരെ ബന്ദികളാക്കിയത്. ACN ഇന്റർനാഷണലിന്റെ പ്രസ് ഓഫീസർ മരിയ ലൊസാനോ പുറത്തുവിട്ട റിലീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉക്രൈനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ചിന്റെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു. 2022 നവംബർ 16 റഷ്യക്കാർ കൈവശപ്പെടുത്തിയ പ്രദേശമായ ബെർഡിയാൻസ്കിയിൽ വെച്ചാണ് ഈ 2 പുരോഹിതരും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. യുദ്ധം ആരംഭിച്ചെങ്കിലും ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് പ്രത്യാശ നൽകാൻ റോമൻ കത്തോലിക്കരുടെയും ഗ്രീക്ക് കത്തോലിക്കരുടെയും സമൂഹങ്ങളെ സേവിക്കുന്നതിനായിട്ടാണ് ഇരുവരും യുദ്ധമേഖലയിൽ തുടർന്നത്. ഉക്രൈനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ചിന്റെ കീവിലെ മേജർ ആർച്ച് ബിഷപ്പ് സിയാറ്റോസ്ലാവ് ചെവ്ചുക് ഫ്രാൻസിസ് പാപ്പായോടും സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനോടും നന്ദി പ്രകടിപ്പിച്ചു.